ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മല്ലു സീരീസ് ചാനലിൽ ഹലോ ഐ ആം അറ്റ് യുവർ സർവീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് സീരിയൽ തന്നെ വന്നിട്ട് സൂലി വന്നിട്ട് നമ്മൾ ഡോങ്ങിന് വന്ന് മീൽ കാർഡും അതുപോലെ തന്നെ അവിടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ട് പോവുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവളിപ്പോൾ ഒരു ടെമ്പററി എംപ്ലോയി ആയിട്ട് നമ്മുടെ പിയോനി കോർപ്പറേഷനിൽ ചേർന്നല്ലോ. മാത്രമല്ല ഇവളിവിടെ വന്നിരിക്കുന്നതും ഓഫീസിൽ വർക്ക് ചെയ്യുന്നതെല്ലാം തന്നെ അവൻ്റെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് സുവാങ് വന്ന് ആ ഒരു CCTVയുടെ ആ ഒരു മോണിറ്റർ വഴി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇവളെ വിളിച്ചിട്ട് പറയുവാണ്, നീ വന്നിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ പ്രസൻറ്റേഷൻ വെക്കണം ആഡിനെ പറ്റിയുള്ളത്. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന സമയത്തും നമ്മുടെ ഡോങ് പറയാം, അത് നമുക്ക് വന്ന് എൻ്റെ ബോസാണ് സാധാരണ പ്രസൻറ്റേഷൻ ചെയ്യുന്നത്, ആളെ വിളിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സുവാങ് പറയാം, അതൊന്നും പറ്റത്തില്ല, നീ തന്നെ പ്രസൻറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, അതിനല്ലേ നിന്നിവിടെ എംപ്ലോയി ആക്കി വെച്ചേക്കുന്നതെന്ന് പറയുന്ന സമയത്തും ഇവൾക്ക് വേറെ വഴിയില്ല, ഇനി അരമണിക്കൂറിനകം ഇവൾ പ്രസൻറ്റേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. മാത്രമല്ല ഇവൾക്കാണെങ്കിൽ പ്രസൻറ്റേഷൻ ചെയ്ത് വലിയ ശീലമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവൾ അപ്പോഴേ അവളുടെ ബോസിനെ വിളിച്ചിട്ട് ഹെൽപ്പ് ചോദിക്കുവാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാവരും കൂടി ഇവൾക്ക് അതിനുള്ള ട്രിക്സും അതുപോലെ ടിപ്സും അതുപോലെ പോയിൻറ്റ്സ് എല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ മീറ്റിങ്ങിൽ വെച്ചിട്ട് അവൾ അതിൻ്റെ പ്രൊഡക്ട്സിൽ വന്ന് ഇവർ ആ പാക്കേജിങ്ങിൽ ചേഞ്ചൊക്കെ വരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി പറയാം. മാത്രമല്ല ഇപ്പോൾ പാക്കേജ് ചെയ്യുന്ന ഐറ്റം വന്നിട്ട് നമുക്ക് ഡീഗ്രേഡ് ചെയ്യാൻ ഭയങ്കര പാടാണ് പ്രകൃതിയിൽ അലിഞ്ഞു ചേരാനായിട്ട്. അപ്പോൾ അലിഞ്ഞു ചേരാൻ പറ്റുന്ന പോലത്തെ ഒരു പ്രൊഡക്റ്റ് ഇവർ പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രമല്ല ആ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഇവർ ഇറക്കുന്ന ആ ഒരു കവറേജിനേക്കാളും കുറച്ചും കൂടി ലെസ് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ലാഭം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നല്ല അടിപൊളിയായിട്ട് മീറ്റിങ്ങിൽ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാവരും ഇവളുടെ മീറ്റിങ്ങിൽ ഇവൾ പറയുന്നേ കേട്ടോണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ സുവാങ് ആണെങ്കിൽ ഇവളീ പറയുന്നതെല്ലാം കേട്ട് ഇവളെ നോക്കി ഇങ്ങനെ ആസ്വദിച്ചാണ് അവിടെ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ മീറ്റിംഗ് അവസാനിച്ച് പോവാണ്. അപ്പോൾ ഇവളാണെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള പ്രസൻറ്റേഷൻ എല്ലാം വന്ന് സാവു എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടല്ലോ, അവൾക്ക് വന്നിട്ട് സബ്മിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ മീറ്റിംഗ് അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കാണെങ്കിൽ അവൾക്ക് മീൽ കാർഡെല്ലാം കിട്ടിയല്ലോ. ഇവൾ ഭയങ്കര ഹാപ്പിയാണ്, ടൈമിങ്ങിന് ഫുഡും കഴിക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇവളുടെ കൂടെ വന്നിട്ട് ഹയ എന്ന് പറയുന്ന ഒരു എംപ്ലോയി പെണ്ണ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ആ പെണ്ണാണെങ്കിൽ വളരെ കുറച്ച് ഫുഡ് എടുത്തുള്ളൂ, പക്ഷേ ഇവളാണെങ്കിൽ ഒരു പാത്രം നിറച്ചും ഫുഡ് എടുത്തിരിക്കുന്നു. അപ്പോൾ ആ ഹയ എന്ന് പറഞ്ഞ പെണ്ണ് നമ്മുടെ ഡോങ്ങിൻ്റെ അടുത്ത് ചോദിക്കാൻ, നിനക്ക് എന്തുകൊണ്ട് ഇത്രയും ഫുഡ് നീ കഴിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഡോങ് പറയണം, അല്ല നീ എന്താ ഇത്ര കുറച്ച് ഫുഡ് കഴിക്കുന്നതെന്ന്. അപ്പോൾ ഹയ എന്ന് പറഞ്ഞ പെണ്ണ് പറയണം, അതേ 2 ദിവസത്തിനൊക്കെ എനിക്ക് ബ്ലൈൻഡ് ഡേറ്റ് ഉണ്ട്, അവിടെ അധികം ഫുഡ് എടുത്ത് ഞാനിനി വയറൊക്കെ ചാടുക, അതുകൊണ്ടൊന്നും ശരിയാവത്തില്ലെന്ന് പറയുന്ന സമയത്ത് ഇവളാണെങ്കിൽ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാ ഫുഡൊക്കെ ഭയങ്കര വെപ്രാളം പിടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല ഈ ഹയ എന്ന് പറയുന്ന പെണ്ണാണെങ്കിൽ അവളെയുള്ള ചിക്കൻ പീസ് എല്ലാം എടുത്തിട്ട് നമ്മൾ ഡോങ്ങിൻ്റെ ഇട്ട് കൊടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുഡ് എങ്ങാനും കഴിച്ച് ഇവളെങ്ങാനും മണ്ണിച്ചാലും ഇനിയാണെങ്കിൽ നമ്മൾ ഡോങ് ആണെങ്കിൽ നല്ല ആർത്തി പിടിച്ച് ഫുഡ് കഴിക്കുക കേട്ടോ. പക്ഷെ ഇതെല്ലാം തന്നെ മാറി നിന്നിട്ട് നമ്മുടെ സുവാങ് വിളി ഫുഡ് കഴിക്കുന്നതൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിപ്പുണ്ട്. മാത്രമല്ല വിളി ഫുഡ് കഴിക്കുന്നതിനിടയ്ക്ക് ഇവനെ തിരിഞ്ഞു നോക്കിയിട്ട് ആകെ ചമ്മിയ അവസ്ഥയിരിക്കുവാണ് നമ്മുടെ ഡോങ്. അങ്ങനെ ലഞ്ച് ടൈം എല്ലാം കഴിയുക കേട്ടോ. അപ്പോൾ ലഞ്ച് ടൈം എല്ലാം കഴിയുന്ന സമയത്ത് ഹയക്കൊരു റിപ്പോർട്ട് വരുവാണ്. ഇങ്ങനെ സാങ് എന്ന് പറയുന്ന ഒരാളുണ്ട്, ആൾ വന്നിട്ട് വലിയൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ചെയ്യാനുള്ളത്, ആൾക്ക് കുറേ കൺട്രീസിലൊക്കെ തന്നെ ഇയാൾക്ക് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. ഇയാളുടെ വന്നിട്ട് ഇവരുടെ പ്രൊഡക്ട്സ് വിൽക്കാനായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട്, മീറ്റിംഗ് ഉണ്ട്. പക്ഷെ ആൾ വേറൊരു ദിവസം വരാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ പെട്ടെന്ന് നാളെ തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാങ്ങാണ് സാധാരണ കാണാൻ പോകുന്നത്. അതുകൊണ്ട് വാങ്ങിനെ കണ്ടിട്ട് ഇവളീ കാര്യം പറയുവാണ്. വാങ്ങിനാണെങ്കിൽ നാളെ അർജൻറ്റായിട്ടും വേറൊരാളുടെ മീറ്റിംഗ് ഉണ്ട്, അത് ഇവിടെ ഒന്നുമില്ല, കുറച്ച് ലോങ് ആണ്. അപ്പോൾ വാങ്ങിനടുത്ത് ചെന്ന് പറയുന്ന സമയത്ത് വാങ്ങ് പറയണം, നീ പേടിക്കേണ്ട, ഞാനത് മെയിൻറ്റെയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നേരെ ചെന്ന് സുവാങ്ങിൻ്റെ അടുത്ത് പറയാൻ പോകുക. ആ സമയത്ത് ഓൾറെഡി തന്നെ നമ്മുടെ ഡോങ് അവിടെ ഇവരുടെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളെ പറ്റിയൊക്കെ ഇവരുടെ അടുത്ത് സംസാരിക്കാനായിട്ട് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോഴാണ് വാങ്ങ് കയറി വന്ന് ഈ കാര്യം പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ സുവാങ് ചോദിക്കണം, അല്ല നീ ഇല്ലെങ്കിൽ നിന്നെ പോലെ എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയീസ് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയുന്ന സമയത്ത് നമ്മുടെ വാങ്ങ് പറയണം, അതിന് എൻ്റെ കണക്ക് എലിജിബിൾ ആയിട്ട് ഇവിടെ ആരാ ഉള്ളത്, എനിക്ക് എന്തായാലും പോകാൻ പറ്റത്തില്ല, സുവാങ് നീ എങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പറഞ്ഞിട്ട് സുവാങ്ങിൻ്റെ തലയിൽ അത് വെച്ചേൽപ്പിച്ചിട്ട് നമ്മുടെ വാങ്ങ് അവിടെ നിന്ന് മുങ്ങുക കേട്ടോ. മാത്രമല്ല ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഡോങ് വിചാരിക്കണം ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഇവൻ്റെ മുന്നിൽ നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഡോങ് പറയാണ്, ഞാൻ ഇപ്പോൾ അവളൊരു കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ ആ ഒരു രീതിക്ക് എനിക്ക് നിങ്ങളുടെ വരുന്ന ആ ഒരു ക്ലയൻറ്റിനെ നല്ലപോലെ ഹാപ്പി ആക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ ഒരു ഡീൽ എടുത്തോട്ടെ ചോദിക്കുന്ന സമയത്ത് ഇവൻ ചോദിക്കുന്നത്, എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് നിനക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഡോങ് പറയും, അതിനിപ്പോൾ എന്താ, എന്നെ കൊണ്ട് പറ്റും, ഞാനിത് ചെയ്ത് കാണിച്ചിരാന്നും പറഞ്ഞിട്ട് അവളത് ഏറ്റെടുക്കുവാണ്. അപ്പോൾ അവനും പറയാണ്, നാളെ രാവിലെ 11 മണിക്ക് നമുക്ക് പോയിട്ട് അന്ന് എയർപോർട്ടിൽ നിന്ന് അയാളെ പിക്കപ്പ് ചെയ്ത് തരാമെന്നും പറഞ്ഞിട്ടാണ് അവളെ വിടുന്നത്.
ഇനിയാണെങ്കിൽ അന്ന് വൈകിട്ട് അവളാണെങ്കിൽ അവളുടെ ഓഫീസിലുള്ള പിള്ളേരൊന്നും മറന്നിട്ടൊന്നുമില്ല കേട്ടോ. അവർക്കാണെങ്കിൽ പാവം പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പാവം ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവൾ അന്ന് വൈകിട്ട് വരുന്ന സമയത്ത് അവളുടെ മീൽ കാർഡ് ഉപയോഗിച്ചിട്ട് കുറേ ഫുഡ് പാക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ അതിശയിച്ച് നോക്കുക, അവളെന്തിനാണ് ഇത്രയും ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതെന്ന്. എന്നിട്ടാണെങ്കിൽ അതെല്ലാം കൊണ്ടു കൊടുക്കുന്നത് അവളുടെ ഓഫീസിലെ പിള്ളേർക്ക്. അവരാണെങ്കിൽ അതെല്ലാം ആസ്വദിച്ച് കഴിക്കണം. മാത്രമല്ല അവൾക്ക് ഇച്ചിരി അർജൻറ്റാണ്. കാരണം ഈ നാളെ ഇങ്ങനെ ഒരു ക്ലയൻറ്റ് വരുന്നതുകൊണ്ടും അവൾക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യാനുണ്ട്. അപ്പോൾ അവൾ അവിടെ നിന്ന് പെട്ടെന്ന് പോരും ചെയ്യണം. അങ്ങനെ പിറ്റേന്ന് പറഞ്ഞ പോലെ തന്നെ 11 മണിക്ക് കറക്റ്റ് ഇവളവിടെ വന്നിട്ട് ബോർഡൊക്കെ പിടിച്ച് നിൽക്കുക. അപ്പോൾ അവളുടെ കൂടെ സ്വാങ് ഉണ്ട് കേട്ടോ. ആ സമയത്ത് ഈ സാങ് എന്ന് പറയുന്ന ആൾ വരിക. ഇവളാണെങ്കിൽ വന്നപ്പോട്ട് അയാളെ നോക്കി നോക്കി എല്ലാ കാര്യവും അവൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അയാൾക്ക് വേണ്ടി വണ്ടി വരെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് ഓൾറെഡി വണ്ടി അയാൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെയാണ് ഇവർ രണ്ടുപേരും കൂടി പോകുന്നത് കേട്ടോ. മാത്രമല്ല അതിനകത്ത് കയറുന്ന സമയത്തും അയാളാണെങ്കിൽ ഇച്ചിരി മറ്റേ ഉപ്പിലിട്ട മാങ്ങ അല്ലെങ്കിൽ ഉപ്പിലിട്ട കുക്കുംബർ അങ്ങനെയൊക്കെ ഒരു ടേസ്റ്റുള്ള ആളാണ്. അപ്പോൾ അയാളുടെ ഹോം ടൗണിനോട് അടുത്ത് തന്നെ ആയതുകൊണ്ട് അവൾ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന് കവർ ലീക്ക് ആവുന്ന സമയത്ത് ഇവള് അതിന് പറ്റി കവർ ഇവളുടെ കയ്യിലുണ്ട്. ആ ഒരു കുഞ്ഞു ബാഗിനകത്ത് ഇത്രയും സാധനം ഉണ്ടോ എന്ന് നമുക്ക് തോന്നും. അയാൾ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം പോലെയാണ് ഇവള്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിയ ക്ലയൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഈ സാങ് എന്ന് പറഞ്ഞ് വന്ന ആളുണ്ടല്ലോ, ആള് തന്നെ ഇവളുടെ ആ ഒരു സർവീസിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആയി പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവർ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ സുവാങ് വന്നിട്ട് ഇങ്ങനെ പിയോനി കോർപ്പറേഷൻ അല്ലേ, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഒരു കമ്പനികൾ സാൻജിയോ. അപ്പോൾ അവിടുത്തെ CEO ആയിട്ടുള്ള ചെറുക്കനുണ്ട്. ആ ചെറുക്കനാണ് സു. ആ ചെറുക്കനായിരുന്നു 3 വർഷം മുമ്പ് നമ്മുടെ സുവാങ്ങിന് ഇങ്ങനെ ഒരു പണി കൊടുക്കാൻ നിന്നത്. അപ്പോൾ ആ ചെറുക്കനെയും കൂടി കണ്ടിട്ട് ഇവർ 3 പേര് ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ചെറുക്കനെ കാണുമ്പോഴേ ഓൾറെഡി നമ്മുടെ ഡോങ്ങിനെ അറിയ ചെറുക്കൻ്റെ അവിടെ ഇവള് വർക്ക് ചെയ്ത കാര്യം. അതുകൊണ്ട് ഇവൻ കാണാൻ മറിഞ്ഞു നിൽക്കുന്നെങ്കിലും ലാസ്റ്റ് ഇവൻ കണ്ടുപിടിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ സുവാങ്ങിനാണെങ്കിൽ ഈ ചെറുക്കനെ കാണുന്നതേ ഇഷ്ടമല്ല. കണ്ണ് ദൃഷ്ടി കണ്ടില്ലെന്ന് പറയത്തില്ല, അതുപോലത്തെ ഒരു അവസ്ഥയാണ്. ഇവർ 3 പേര് ഫുഡ് കഴിക്കാൻ തുടങ്ങുന്ന സമയത്തും നമ്മുടെ സുവാങ് വന്ന് ഇയാൾക്കൊരു ഫയൽ എടുത്ത് നീട്ടുവാണ്. ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടോ, ഞങ്ങളുടെ മാർക്കറ്റിങ്ങിൻ്റെ സെയിൽസിൻ്റെ കാര്യങ്ങളാണ് കണ്ടത്, എത്ര ഹൈ ലെവലിലാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുന്ന സമയത്തും നമ്മുടെ അപ്പുറത്തിരിക്കുന്ന മറ്റേ സൂ എന്ന് പറയുന്ന ചെറുക്കനുണ്ടല്ലോ CEO, അവൻ പറയുകയാണ് ഞങ്ങളുടെ കമ്പനിയാണെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ 6% തരും, അത് വേറൊരു കമ്പനി തരുന്നത് ഇത്രയും ഹൈ ലെവൽ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എടുത്തുകൊണ്ട് നമ്മൾ സുവാങ് വിട്ടു കൊടുക്കും. അവൻ പറയണം ഞങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾക്ക് ഹൈ കമ്മീഷൻ മാത്രമല്ല കുറേ ഫ്രീ പ്രൊഡക്ട്സും കിട്ടുമെന്ന് പറഞ്ഞിട്ടും ഇവർ രണ്ടും കൂടി മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു സാങ് എന്ന് പറയുന്ന അയാൾ പറയുകയാണ് മതി നിർത്തി, നമ്മൾ ഡിന്നർ കഴിക്കാനല്ലേ വന്നത്, ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ പിന്നെ സംസാരിക്കാമെന്ന് പറയുന്ന സമയത്തും പിന്നെ ഇവർ രണ്ടുപേരും അങ്ങ് അടങ്ങിപ്പോവുക. മാത്രമല്ല നമ്മൾ ഡോങ് ആലേക്ക് ദൈവമേ ബിസിനസ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു യുദ്ധമായിരുന്നു എന്നുള്ള രീതിക്കാണ് അവൾ അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങി വരുന്ന സമയത്ത് സുവാങ്ങിൻ്റെ അടുത്ത് വന്ന് ഈ സൂപ്പറാണ് നമുക്കൊരു ദിവസം ഇങ്ങനെ വൈൻ കുടിക്കുന്ന പോലെ ഒരു പാർട്ടി പിന്നെ അറേഞ്ച് ചെയ്യാന്നുള്ളതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഈ സമയത്തും ആ സാങ് എന്ന് പറയുന്ന അയാളും അതുപോലെ തന്നെ ഡോങ് കൂടി സംസാരിക്കുക. ഡോങ് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി രാത്രി 8 മണിക്ക് ഇന്നൊരു ഹോട്ടലിൽ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ വെച്ച് മീറ്റ് ചെയ്യാം, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞാൻ സാറ്റിസ്ഫൈ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ സുവാങ് കേൾക്കും. അത് സുവാങ്ങിന് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെടുത്തൊന്നുമില്ല. മാത്രമല്ല ഇയാളാണെങ്കിൽ പോകുന്ന സമയത്ത് സുവാങ്ങിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകും നിങ്ങളുടെ ആ ഒരു കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ഉണ്ടല്ലോ അവർക്ക് എന്തായാലും ക്ലയൻസിൻ്റെ ആവശ്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു തരാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇവ ഹാപ്പിയാവും. മാത്രമല്ല ഇവരെ ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്തും സൂ അവൻ്റെ കാറിൽ കയറുന്ന സമയത്ത് ഒരാൾ വിളിച്ച് പറയുകയാണ് ഇങ്ങനെ ഇന്ത്യൻ ആയിരുന്നില്ല ഡോങ്, അവളുടെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് എത്തിക്കണം, മാത്രമല്ല അവൾ എന്തൊക്കെ എപ്പോഴൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് ഇവൻ ആലോചിച്ച് ഇവളെ പിന്നെയും മീറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഇത് ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നുള്ള രീതിക്കൊക്കെ ഈ സൂ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇനി അന്ന് വൈകിട്ടാവുന്ന സമയത്ത് അന്ന് മൊത്തം വന്നിട്ട് നമ്മുടെ ഡോങ് വന്ന് ഈ സാങ് എന്ന് പറയുന്ന ഒരാളുടെ കൂടെ ആട്ടോ. ഇനി അന്ന് രാത്രി ആവുന്ന സമയത്തും അയാളുടെ കൂടെ കാറിൽ ഇവർ എങ്ങോട്ടൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് രാത്രി ആയിട്ടോ നമ്മുടെ സുവാങ് നമ്മൾ ഡോങ്ങിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇയാളിങ്ങനെ പറഞ്ഞില്ലേ ക്ലയൻറ്റുകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ നന്നായിട്ട് നമ്മുടെ ഡോങ്ങിനെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവനാകെ ടെൻഷൻ. റൂം നമ്പർ പറഞ്ഞ് ഇവൻ കേട്ടു, ഇന്ന ഹോട്ടലാന്ന് കേട്ട്, ഇനി എന്തുവാന്ന് അറിയണമെന്ന് പറഞ്ഞിട്ട് ഇവൻ വെപ്രാളം പിടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുവാണ്. ഇവരിങ്ങോട്ട് പോയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് വന്ന് ഇയാൾക്ക് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ മസാജ് പാർലർ പോലൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ ആ ഒരു ഹോട്ടൽ റൂമിൽ 2 മസാജ് ചെയ്യുന്ന നല്ല ലേഡീസ് ഉണ്ട്, അവിടെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് കൊടുത്തേക്കാം. അപ്പോൾ ഇയാളും പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഒരു സർവീസിൽ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവളെപ്പോഴും ചോദിക്കുന്ന കാര്യം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണേ, ഞാൻ എല്ലാം നികത്തി തരാം, നമുക്ക് എല്ലാം ശരിയാക്കാം, ഒന്നും കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് ഇയാളടുത്ത് പറയുമ്പോൾ ഇയാൾ പറയും എനിക്ക് കിട്ടിയതിൽ വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആണെന്ന രീതിക്കൊക്കെയാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
ആ സമയത്ത് വന്നിട്ട് കറക്റ്റ് നമ്മുടെ ഡോങ് ഡോങ്ങിന് ഒരു കോൾ വരികയാണ്. ആ കോൾ വരുന്നത് വേറെ ആരെയും കയ്യിലാണ്, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടായിരുന്നല്ലോ ഒരു ഫ്രണ്ട് കാര്യം. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഡോങ് ഡോങ്ങിൻ്റെ ഫ്രണ്ട് ആട്ടോ, അങ്ങനെ തന്നെ ഫ്രണ്ട് പെണ്ണെന്ന് പറയാം നമുക്ക്. അപ്പോൾ ആ ഒരു ഫ്രണ്ട് പെണ്ണ് വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞില്ല എൻ്റെ ബോയ് ഫ്രണ്ട് എന്നെ ചീറ്റ് ചെയ്യുവാന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്നും. ഞാനിപ്പോൾ നേരിട്ട് കണ്ട് അവൻ ഇന്നൊരു ഹോട്ടലിൽ ഒരു പെണ്ണിനെയും കൊണ്ടുപോയിട്ട് റൂമിൽ കയറിപ്പോന്ന് ഞാൻ കണ്ട് അവനെ ഫോളോ ചെയ്ത് പോകണം, നീ ഒന്ന് വരുമെന്ന് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡോങ് ഡോങ്ങും ആ ഒരു ഹോട്ടലിൽ തന്നെയുള്ള. മാത്രമല്ല അവൾ പറയും ഞാൻ ക്ലയൻറ്റിൻ്റെ കൂടെയാന്ന് പറയുന്നെങ്കിലും നമ്മുടെ ഫ്രണ്ടിൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ വിട്ടു കൊടുക്കത്തില്ലോ, അത് അവൾ വരാമെന്ന് പറയണം. മാത്രമല്ല ഇവിടെ ഈ സംസാരിച്ചത് മൊത്തം അപ്പുറത്ത് നിന്ന് ഈ സാങ് എന്ന് പറയുന്ന അയാൾ കേൾക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല അയാൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡോങ് ഡോങ്ങിന് മേലിൽ നല്ലൊരു ഇമ്പ്രഷനും ഉണ്ട്. അപ്പോൾ ആൾ പറയുകയാണ് നീ എന്തായാലും പോവല്ലേ, അപ്പം ഞാനും വരാം, ആ ഒരു ചെറുക്കൻ ചെയ്ത ചതി കണ്ടുപിടിക്കാൻ ഞാനും വരാമെന്നുള്ള രീതിക്ക് ഇവർ രണ്ടും കൂടി ഇറങ്ങുന്ന സമയത്ത് കറക്റ്റ് സുവാങ് അങ്ങോട്ട് വരിക. അപ്പോൾ ഇവിടെ ചോദിക്കും നിങ്ങൾ എന്താ സാർ ഇവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയണ ഇല്ല ഞാൻ ചുമ്മാ ഈ വഴിക്ക് മസാജ് ചെയ്യാൻ വേണ്ടി വന്നതാ, അപ്പം ഞാൻ കയറിയതാന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെങ്ങനെയൊക്കെയോ മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ഇവർ 3 പേരും കൂടിയിട്ടാണ് ആ ചെറുക്കനെ പിടിക്കാൻ ഈ ഫ്രണ്ട് പെണ്ണിൻ്റെ കൂടെ പോകുന്നത്. എന്നിട്ട് ഇവർ ചെന്ന് നോക്കുന്ന സമയത്ത് പാല് കെട്ടുന്ന സമയത്ത് ആ ഒരു ചെറുക്കകത്തുനിന്ന് ചോദിക്കുക ആരാന്ന് കേട്ടോ. അപ്പം നമ്മൾ ഡോങ് ഡോങ് നല്ല ബുദ്ധി വെച്ചിട്ട് പറയണം ഞങ്ങൾ വന്ന് റൂം സർവീസിന് വന്നതാണ്. അപ്പോൾ ആ ചെറുക്കൻ പറയണം അത് ഞാൻ റൂം സർവീസിന് വിളിച്ചില്ലോ എന്ന്. അപ്പോൾ ഈ പെണ്ണ് പറയുകയാണ് നിങ്ങൾക്ക് വന്ന് ഇവിടെ പ്രീമിയം ആയിട്ടുള്ള വൈനുണ്ട്, അത് കപ്പിൾസിന് വന്ന് ഫ്രീ ആയിട്ട് ഇന്ന് ഞങ്ങളൊരു ഓഫറിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ചെറുക്കൻ വാല് തുറക്കും കേട്ടോ. വാല് തുറന്ന് കഴിഞ്ഞിട്ട് കാണുന്നത് ഇത് വന്നിട്ട് നമ്മൾ ഡോങ് ഡോങ്ങും അതുപോലെ തന്നെ ഇവൻ്റെ ഗേൾ ഫ്രണ്ടും ആണെന്ന്. അപ്പം പിന്നെ ഇവൻ വാതടയ്ക്കാൻ നോക്കുമ്പോഴേക്കും ഇവർ ഇടിച്ച് കയറി അകത്ത് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കുക കേട്ടോ. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഡോങ് ഡോങ് വീഡിയോ എടുക്കുമല്ലേ, അപ്പോൾ അത് തട്ടിക്കളയാൻ വേണ്ടിയിട്ട് ഈ ചെറുക്കൻ നോക്കുന്ന സമയത്ത് നമ്മൾ ഡോങ് ഡോങ് വീഴാൻ പോകട്ടെ. ആ സമയത്ത് കറക്റ്റ് സുവാങ് കയറി വന്ന് നമ്മൾ ഇവിടെ വീഴാതെ പിടിച്ചിട്ട് ആ ചെറുക്കൻ തള്ളി മാറ്റുക കേട്ടോ. അങ്ങനെ ഒരു ഹെൽപ്പ് വന്ന് സുവാങ് അവിടെ വെച്ച് ചെയ്യുകയാണ്. മാത്രമല്ല ഇനിയിപ്പോൾ ആ ചെറുക്കനായിട്ട് ജീവിക്കുന്ന കാര്യമില്ലാത്തതുകൊണ്ട് ഈ പെണ്ണ് വന്ന് ആ ചെറുക്കൻ്റെ അടുത്ത് ബ്രേക്കപ്പ് പറയണം. അങ്ങനെ ആ റിലേഷൻഷിപ്പ് അവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ്. എന്നിട്ടാണെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞുകൊണ്ട് തന്നെ ആ സാങ് എന്ന് പറയുന്ന അയാളും നല്ലപോലെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പോകാൻ എന്തായാലും ഞാൻ ഹാപ്പിയായി രാവിലെ തൊട്ട് എന്നെ നല്ലപോലെ നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പോവാണ്. ഫ്രണ്ട് പെണ്ണും അവളുടെ കാര്യം നോക്കി പോകും. ലാസ്റ്റ് അവിടെ നിന്ന് പോകുന്നത് സുവാങ് അതുപോലെ ഡോങ് ഡോങ് ആട്ടാ. പക്ഷേ ഇവർ രണ്ടും ഇങ്ങനെ ലാസ്റ്റ് ഇറങ്ങി പോകുന്നു വന്നിട്ട് ആ എന്ന് പറയുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ അവള് കാണുമ്പോൾ ഈ സീനോട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.